ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഇറാന്റെ പ്രസിഡന്റ് ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് നേരത്തെ തന്നെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ അടക്കം നിരവധി രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല. പകരം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രതിനിധികളെ ഇറാനിലോട്ട് അയക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യ ആരെയും അയക്കുമെന്ന് കരുതിയിരുന്നതല്ല, പക്ഷേ ഇന്ത്യ പ്രതിനിധികളെ അയക്കുന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണറും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമാണ് പങ്കെടുക്കാൻ പോകുന്നത്. ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരീറ്റയുമാണ് ഇന്ത്യയിൽ നിന്ന് പ്രതിനിധികളായിട്ട് ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അപൂർവമായിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. അദ്ദേഹം പൊതുവേ തന്നെ ഇത്തരം സംസ്കാര ചടങ്ങുകൾ വിദേശ രാജ്യങ്ങളിൽ വേണ്ടപ്പെട്ട നമുക്ക് അടുപ്പമുള്ള രാജ്യങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുകയൊക്കെ ആണെങ്കിൽ പ്രധാനമന്ത്രി മോദി പോയി പങ്കെടുക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൽ അദ്ദേഹം പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് സംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഒരു പുതിയ ഭരണാധികാരി അധികാരത്തിലേറുമ്പോഴും മോദി അങ്ങനെ പോകാറില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിക്ക് ക്ഷണം ഉണ്ടായിരുന്നു, അദ്ദേഹം പോയില്ല. വിദേശകാര്യമന്ത്രി നമ്മുടെ ജയശങ്കറിനെയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മോദി പൊതുവെ പോവാറില്ല. പിന്നെ മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. അദ്ദേഹം വളരെ തിരക്കേറിയ ഒരാളാണ്, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നയാളാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹത്തിനായിട്ട് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരിക്കും. സോ അങ്ങനത്തെ ഒരാളിന് പെട്ടെന്ന് തീരുമാനമെടുത്ത് പോകാൻ കഴിയുന്ന ഒരു ഇടമല്ല ഇറാൻ എന്ന് പറയുന്നത്. എന്നാൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പ്രതിനിധിയെ പോലും അയക്കാൻ സാധ്യതയുണ്ട് എന്ന് സത്യത്തിൽ കരുതിയിരുന്നില്ല. പക്ഷെ അവിടെയാണ് മോദിയുടെ നയതന്ത്ര മികവെന്ന് പറയുന്നത്. നമ്മൾ 2 പ്രതിനിധികളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ബീഹാർ ഗവർണറും അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയും പങ്കെടുക്കാൻ പോകുന്നത്. ഔദ്യോഗിക നയതന്ത്ര സ്രോതസ്സുകൾ തന്നെ ഈ കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇറാൻ മോദി എത്തണമെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം ഇറാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഈ ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ്. ഇപ്പൊ നരേന്ദ്രമോദിയെ പോലെ ലോകാരാധ്യനായിട്ടുള്ള ഒരാള് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും ഒക്കെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും തയ്യാറാവുകയില്ല എന്ന് ഇറാൻ കണക്കൂട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ്. ഇറാനുമായിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ അടുത്ത സുഹൃത്ത് രാജ്യം തന്നെയാണ്. ഇറാന്റെ ചില അന്താരാഷ്ട്ര നിലപാടുകളാണ് നമുക്ക് യോജിക്കാൻ കഴിയാത്തത്. മറിച്ച് അത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. സോ ഇറാൻ അതുകൊണ്ട് തന്നെ അവരുടെ പ്രസിഡന്റ് മോദിയെ ക്ഷണിക്കുന്നു എന്നതിൽ അത്ഭുതമൊന്നുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു. മോദി ഇനി പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് പോകാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ 3 രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യയുടെ സന്ദർശനം, മോദിയുടെ സന്ദർശനം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയയും വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ നമുക്ക് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അത് നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് തന്നെ അത് റദ്ദ് ചെയ്തിട്ട് ഇറാനിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ നമ്മുടെ പ്രതിനിധികളെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ 4, 5 തീയതികളിൽ ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡ് പ്രെയർ ഗ്രൗണ്ടിലായിരിക്കും ഈ വിടവാങ്ങൽ ചടങ്ങുകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ നടക്കുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ചടങ്ങുകളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് ഇറാൻ ഭരണകൂടം വിലയിരുത്തുന്നത്. ഏകദേശം 12 ദശലക്ഷം മുതൽ 15 ദശലക്ഷം വരെയുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാകുമെന്നാണ് പ്രാഥമിക കണക്കുകളും പറയുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട 2 പേരെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ അയച്ചതിലൂടെ ഇറാനുമായിട്ട് മികച്ചൊരു ബന്ധം ഇന്ത്യ തുടരുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.